ആത്മഹത്യക്കുറിപ്പിൽ കുറിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, മതം മാറാമെന്ന് പറഞ്ഞതിന്റെ ശേഷവും പിന്നീടും ക്രൂരതകൾ തുടർന്നു എന്നുള്ളതാണ് ആത്മഹത്യക്ക് കാരണമായിട്ട് പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മരിച്ച സോന എൽദോസിന്റെ സഹോദരൻ ബേസിൽ എൽദോസ് നമ്മോടൊപ്പം ചേരുകയാണ്. ബേസിൽ, അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നത് എന്ന് അറിയാം. പക്ഷേ ഈ സംഭവത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പുറം ലോകം അറിയേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? ഇതില് ഈ റമീസ് എന്ന് പറഞ്ഞ വ്യക്തി എന്റെ പെങ്ങളും തമ്മിൽ പരസ്പര ഇഷ്ടത്തിലായിരുന്നു കോളേജ് മുതലേ. എന്റെ വീട്ടിൽ വന്ന് കല്യാണമൊക്കെ ആലോചിച്ച് ഇവര് മതം മാറണം എന്നൊക്കെ അന്നേ പറഞ്ഞായിരുന്നു. എന്റെ പെങ്ങൾക്ക് സമ്മതമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെ ഒരു ലോഡ്ജിൽ വെച്ച് വേറെ പെണ്ണുങ്ങളുമായിട്ട് അനാശാസ്യത്തിന് പിടിച്ചു. അപ്പൊ എന്റെ പെങ്ങള് പറഞ്ഞു, ഇനി ഞാൻ മതമൊന്നും മാറില്ല, നിന്നോടുള്ള ഇഷ്ടം എനിക്ക് കളയാൻ പറ്റില്ല, നമുക്ക് രജിസ്റ്റർ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്റെ വീട്ടില് എന്നോട് അവള് പറഞ്ഞു, ഞാൻ കൂട്ടുകാരിയുടെ വീട് വരെ പോവാന്നും പറഞ്ഞ് ഇവള് കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. ഇവൻ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിട്ട് ഇവളോട് പറഞ്ഞു, നീ ആലുവയ്ക്ക് വാ, ഞാൻ രജിസ്റ്റർ മാരേജിനുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവനെയും വിശ്വസിച്ച് ആലുവയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ഇവന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇവന്റെ കൂട്ടുകാര്, ഇവന്റെ കുടുംബക്കാര് എല്ലാരും ഇവളെ പൂട്ടിയിട്ട് ക്രൂരായിട്ട് മർദ്ദിച്ചു. ഇവളെ എന്നിട്ട് പറഞ്ഞു, പൊന്നാനിക്ക് പോണം, പൊന്നാനി ചെന്ന് മതം മാറിയിട്ട് 2 മാസം കഴിഞ്ഞ് വന്നാൽ മതി, അത് കഴിഞ്ഞിട്ട് നിന്റെ കുടുംബം അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞു മർദ്ദിച്ച്. എന്നിട്ട് ലാസ്റ്റ് ഇവള് പറ്റില്ല എന്ന് കടുംതീർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദനം കൊണ്ടിട്ടും അവള് പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ വീട്ടിലാക്കാൻ പറഞ്ഞിട്ടാണ് അവർ വീട്ടിലാക്കിയത്. എന്നിട്ട് ഇവള് ഇതൊന്നും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. ബേസിൽ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പിന്നീട് മനസ്സിലാക്കുന്നത്? ഇവളുടെ ഈ കൂട്ടുകാരിയില്ലേ, അതായത് ഇവള് കൂട്ടുകാരിയുടെ വീട്ടിൽ പോയ കൂട്ടുകാരി, ആ കൂട്ടുകാരി ഇന്ന് വന്ന് എന്റെ പെങ്ങള്, ഞാനിന്ന് പള്ളിയിൽ വെച്ച് ആ കൂട്ടുകാരിനെ കണ്ടു. എന്റെ പെങ്ങളുടെ ശവസംസ്കാരം കഴിഞ്ഞപ്പോ കണ്ടു ഞങ്ങള്. അവളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു, ഇന്നതാ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യമാണ്, അവളെ വിളിച്ചു, അവള് എന്നിങ്ങനെ പൂട്ടിയിട്ടേക്കോ മർദ്ദിക്കുവാന്നും പറഞ്ഞു വിളിച്ചു. ഇങ്ങനെ മതം മാറണം, പൊന്നാനിക്ക് പോവാൻ നിൽക്കുക എന്നും പറഞ്ഞു വിളിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അവളത് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ടെന്ന്. അതായത് സോനയുടെ സുഹൃത്ത് പോലീസിന് ഇക്കാര്യത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. അതായത് മതം മാറ്റാൻ ഉൾപ്പെടെയുള്ള നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താനുള്ള ശ്രമം നടക്കുന്നു, പൊന്നാനിയിലേക്ക് കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു, മതം മാറിയില്ലെങ്കിൽ വിവാഹമില്ല. അവളെ മർദ്ദിച്ചു അവര്, അതാണ് അവൾക്ക് അത്ര ഇതായത്. ഓക്കെ. ഈ റമീസും കുടുംബവും സഹോദരിയുടെ സംസ്കാര ചടങ്ങിന് എത്തിയിരുന്നോ? അവരെവിടെയാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എന്റെ സഹോദരിയുടെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞു, അവരെവിടെയാന്ന് അറിയില്ല, കേസ് എന്തായിന്ന് എനിക്കറിയില്ല. എനിക്ക് ഇത്ര സംഭവിച്ചെന്ന് അറിയുന്നത് തന്നെ ഇവളുടെ മരണശേഷം. ഇവളൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല, വീട്ടുകാരുടെ അടുത്തും പറഞ്ഞില്ല. ബേസിൽ, നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? പോലീസിൽ പരാതി കൊടുക്കാൻ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇപ്പൊ ഇങ്ങനെ പരാതി ഉണ്ടെന്നല്ലല്ലോ പറയണേ. നമ്മളിപ്പോ ഒരാൾ തൂങ്ങി മരിച്ച് അവിടെ വന്ന് സൂയിസൈഡ് നോട്ടിൽ കറക്റ്റായിട്ട് അവൾ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ മതം മാറാൻ വേണ്ടി തന്നെ അവർ നിർബന്ധിച്ച് വീട്ടിൽ കൊണ്ടുപോയി നിർബന്ധിച്ച് മാനസികമായിട്ട് നിർബന്ധിച്ചു എന്നും പറഞ്ഞ എഴുതിയുണ്ട്, അതുകൊണ്ടൊക്കെയാണെന്നും പറഞ്ഞ എഴുതിയുണ്ട്. അപ്പൊ അവരായിട്ട് കേസ് എടുത്തിട്ടല്ലേ ഇങ്ങനെ ഒരു ചെയ്യുന്നുണ്ട്. ഞാൻ കേസ് അവരെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ഞാൻ ഇവളുടെ പോസ്റ്റ്മോർട്ടം ഇങ്ങനെ ശവടക്കമായിട്ട് ഞാൻ അതിന്റെ പുറകെ അതിന്റെ ഇതിലായിരുന്നു. ഞാനായിട്ട് അവർ പരാതി സ്വമേധയെ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അവരന്വേഷിക്കണമെന്നാണ് പറഞ്ഞത്. തീർച്ചയായും ബേസിൽ, താങ്കളുടെ ദുഃഖം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വളരെ വിഷകരമായ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് താങ്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി ജനം ടി വിയോട് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്. രേഷ്മ, ഇപ്പോൾ സോനയുടെ സഹോദരൻ ബേസിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം സംസാരിച്ചത്. ആ